ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഞാനും എൻ്റെ വിശേഷങ്ങളുമായിട്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നാടുകൾക്ക് ശേഷമാണ് ഒരു മഴ വന്നത്. പൊടിയും ചൂടും എല്ലാം ഒന്ന് ശമനമാക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മഴ പെയ്യുന്നുണ്ട്. മഴ തുടങ്ങിയിട്ട് കുറേ നേരമായെന്ന് തോന്നുന്നു. ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് ഇരിക്കുകയാണ്. അപ്പോഴാണ് മഴയുടെ സൗണ്ട് കേട്ടത്. അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്നു. അത് എപ്പോഴുള്ളതാണ്. മഴ പെയ്ത് എല്ലാം ഒന്ന് നമ്മുടെ പ്രകൃതിയെയും പിന്നെ നാടിനെയും ആൾക്കാരെയും ഒക്കെ ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യുന്നു. പിന്നെ എന്തുണ്ട്, രാവിലെ വെളുപ്പിലെ കുളിച്ച് നല്ല വയ്യായികയുണ്ട്. നമ്മൾ കുളി അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കലൊക്കെയാണല്ലോ നമ്മുടെ കുളികൾ. എന്നും പുറം കുളിച്ച് 2 ദിവസത്തിൽ. ഇപ്പം നിത്യവും വെളുപ്പിലെ കുളിക്കുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുമുണ്ട്. തലവേദനയുണ്ട്, മൂക്കടപ്പുണ്ട്, തൊണ്ടവേദനയുണ്ട്, കിച്ചുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നല്ല ക്ഷീണവും ഉണ്ട്. ഉറക്കമില്ലാത്ത എനിക്കിപ്പോൾ ഉറക്കം. രാവിലെ പണിക്ക് പോയിട്ട് വന്ന് വീട്ടിലെ കാര്യങ്ങളും നോക്കി ഇച്ചിരി കിടക്കും. പിന്നെ വീണ്ടും പണിക്ക് പോവും. പോയിട്ട് വന്ന് കിടന്ന് എണീറ്റിരിക്കുകയാണ്. എണീക്കാനേ തോന്നുന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ എല്ലാവർക്കും. കറക്റ്റ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ യൂട്യൂബ് നമ്മളെ അങ്ങോട്ടങ്ങ് താഴെ തള്ളിയിടും. ഒരു ദിവസം വീഡിയോ ഇട്ടാൽ ഒരു ദിവസം വീഡിയോ ഇല്ല, ഒരു ദിവസം വീഡിയോ ഇട്ടാൽ ഒരു ദിവസം വീഡിയോ ഇല്ല. ഇപ്പോൾ ഇന്ന് ഞാൻ കരുതി എന്തെങ്കിലും കഥ പറഞ്ഞിട്ട് നിങ്ങളെ മുന്നിൽ എത്താമെന്ന് പറഞ്ഞിട്ടാണ്. ഇന്നലെ ലൈവും വന്നില്ല. ഇന്ന് നോക്കട്ടെ, പറ്റി കുറച്ച് നേരം പിന്നെ ഇരിക്കാം. ബോഡിക്ക് നല്ല പെയിനുണ്ട്. എന്തോ ബോഡി പെയിനും ക്ഷീണവും. കൈവേദനയോ കാലുവേദനയോ അങ്ങനെ അങ്ങ് പോകുന്നു. കണ്ടൻ്റൊന്നും കിട്ടുന്നില്ല, വാക്കുകളൊന്നും കിട്ടുന്നില്ല. ചില സമയത്ത് വാക്കുകൾ ഓടി വരും. ഞാൻ പോലും അറിയാതെ, എന്താണെന്നറിയില്ല, ഏതാണെന്നറിയില്ല, വാക്കുകൾ നമ്മളെ തേടിയെത്തും. മഞ്ഞലയിൽ മുങ്ങിത്തപ്പി, അങ്ങനെ നല്ല പാട്ട് കേട്ടോ. പാട്ട് വേറെ ഏതോ വരികളാണ്. ഞാൻ പാടുന്നത് പാട്ടിൻ്റെ മാനം കളയാൻ വേണ്ടിയിട്ട് ഞാൻ പാടുന്ന മഞ്ഞലയിൽ മുങ്ങിത്തപ്പി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമചബോരി ചബു. ഒരുപാട് വീഡിയോസൊക്കെ നിറഞ്ഞ് നമ്മുടെ ഫോണിനൊന്നും ക്ലാരിറ്റി ഇല്ല. നെറ്റ് പ്രശ്നമാണ്. നെറ്റ് കിട്ടും. 2 ദിവസം കൂടെ കഴിയുമ്പോൾ തീരും. നിങ്ങൾ റീചാർജ് ചെയ്യുമെന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കണം. റീചാർജ് അങ്ങ് ചെയ്ത് കൊടുത്താലും മതി. നെറ്റ് ടപ്പേന്ന് കിട്ടും. വൈഫൈ കണക്ഷനാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. താഴത്തൊക്കെ അങ്ങ് അടച്ചു പൂട്ടിയപ്പോഴത്തേക്ക് മുകളിലോട്ട് വൈഫൈ അങ്ങോട്ട് കയറുന്നില്ല. വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ താഴോട്ട് പോകണം. ഞാനിപ്പോൾ വിചാരിക്കുകയാണ് പിന്നീട് റീചാർജ് ചെയ്യണ്ടായിരുന്നു. 10, 100, 150 രൂപയ്ക്ക് കോളിന് മാത്രം, 150 രൂപയ്ക്ക് ഉണ്ടെന്നാണ് കോൾ ചെയ്യാൻ മാത്രം റീചാർജ് ചെയ്യാമെന്ന്. 800 900 രൂപ എടുത്ത് 3 മാസത്തേക്ക് റീചാർജ് ചെയ്താൽ നമുക്ക് കറക്റ്റ് നെറ്റ് കിട്ടുന്നില്ല. അപ്പം നെറ്റ് ജിയോയുടെ ആൾക്കാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മേലധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നണ്ണന്മാരെ, നമുക്കിവിടെ നെറ്റ് കിട്ടുന്നില്ല. ജിയോ ഭയങ്കര പ്രോബ്ലമാണ്. പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ടാറ്റ, ബൈ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ടാറ്റ.